ഇങ്ങനെ ഫ്രണ്ട്സ് എല്ലാരും ചായയൊക്കെ കുടിച്ചോ? ഇനി ഞാൻ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു കഥയാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ടോ? എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്, 100 എന്നും. ഞങ്ങൾ സ്നാക്സ് ചെയ്യും, അടിപൊളിയാ. അനിരുദ്ധിന്റെ ഫ്രണ്ട്സ് അനിരുദ്ധിനെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അനിരുദ്ധ് അവരെ തിരിച്ച് ഹെൽപ്പ് ചെയ്യാറുണ്ടോ? അപ്പൊ നല്ല ഫ്രണ്ട്സ് ആകുമ്പോ പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണ്ടേ, ഷെയർ ചെയ്യണ്ടേ? അങ്ങനെ ചെയ്യുന്ന ഫ്രണ്ട്സിനെ അല്ലേ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. യെസ്, അപ്പൊ നമുക്ക് ഇന്നൊരു ഫ്രണ്ട്ഷിപ്പിന്റെ കഥ പറയാം. ഓക്കെ, so are you ready to hear the story on two friends? The title of the story is The True Friend, യഥാർത്ഥ സുഹൃത്ത്. മോട്ടു ആൻഡ് ചോട്ടു വെയർ ഫ്രണ്ട്സ്. നമ്മളുടെ സ്റ്റോറിയിലെ മെയിൻ ക്യാരക്ടേഴ്സ് ആണ് മോട്ടുവും ചോട്ടുവും. അവർ നല്ല കൂട്ടുകാരായിരുന്നു. വൺ ഡേ they were traveling through a forest. ഒരിക്കല് അവര് കാട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. They talked and laughed happily. അവര് വളരെ ഹാപ്പിയായി സംസാരിച്ചാണ് മൂവ് ചെയ്തത്. Suddenly a bear came towards them. പെട്ടെന്ന് എന്താ സംഭവിച്ചേ? അവരൊട്ടും പ്രതീക്ഷിക്കാതെ ഒരു കരടി അങ്ങോട്ട് വന്നു. Both ran very fast. രണ്ടുപേരും കരടിയെ കണ്ടപടി ഒരൊറ്റയോട്ടം. മോട്ടു tripped over a stone and fell down. പാവം മോട്ടു, അവൻ അവിടെ കിടന്ന ഒരു കല്ലില് തട്ടി താഴെ വീണു. ചോട്ടു did not stop to help. ചോട്ടു ഇതൊന്നും കണ്ടില്ല, അവനത് മൈൻഡ് ചെയ്തതേയില്ല. തന്റെ വീണ് കിടക്കുന്ന ഫ്രണ്ടിനെ സഹായിക്കാൻ അവൻ റെഡി ആയിരുന്നില്ല. He ran and climbed up a tree. അവൻ ഓടി 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 ഒരു മരത്തിന് മേളില് കയറി. മോട്ടു lay down motionless. പാവം മോട്ടു, അവൻ അനങ്ങാതെ അവിടെ കിടന്നു. അയ്യോ, പാവം മോട്ടു അല്ലേ, അവനെ കരുതി തിന്നോ? നമുക്ക് നോക്കാം അനിരുദ്ധ്, ആ ചോട്ടു ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആന്ന് അനിരുദ്ധിന് തോന്നുന്നുണ്ടോ? ഇല്ല. അതെന്താ? അവനെ ചോട്ടുവിനെ ഇട്ട് ഓടിച്ചില്ലേ? ചോട്ടു നമ്മുടെ മോട്ടുവിനെ ഇട്ട് വെച്ച് ഓടി അല്ലേ? ഫ്രണ്ടിനെ അവൻ ഹെൽപ്പ് ചെയ്തോ? ഇല്ല. അപ്പൊ അവനെ നമുക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ? അയ്യോ, കുരുത്തം കെട്ട ഫ്രണ്ട് ആണോ അവന്? ബെസ്റ്റ് ഫ്രണ്ട് ഒന്നും അല്ലല്ലേ? ഓക്കെ, അപ്പൊ മോട്ടു എങ്ങനെ രക്ഷപ്പെടും? അനിരുദ്ധ്, ബാക്കി സ്റ്റോറിയും കൂടെ ഒന്ന് പറയട്ടെ. They were frightened. പാവം മോട്ടുവും ചോട്ടും രണ്ടുപേരും പേടിച്ചു പോയി. The bear came near മോട്ടു. മോട്ടുവിന്റെ അടുത്ത് നമ്മളുടെ കരടി എത്തി. മോട്ടു pretended to be dead. മോട്ടുവിന് പെട്ടെന്ന് ഒരു ഐഡിയ തോന്നി. അവൻ എന്താ ചെയ്തത്? ചത്തുപോയ പോലെ അവൻ അങ്ങ് കിടന്നു. The bear sniffed and did not bite. കരടി എന്താ ചെയ്തേ? അവനെ മണത്ത് നോക്കി. അന്നേരം അവന് മനസ്സിലായി, എന്താ, ഈ കിടക്കുന്നവന് ജീവനില്ല എന്ന്. സോ he did not bite. കരടി അതുകൊണ്ട് അവനെ ഉപദ്രവിച്ചില്ല, കടിച്ചോ പരിക്കേൽപ്പിച്ചോ ഒന്നുമില്ല. Bears don't eat dead animals. ചത്തുപോയ മൃഗങ്ങളെ ഒന്നും തന്നെ കരടി കഴിക്കാറില്ല. At last the bear walked away. അവസാനം നമ്മളുടെ ബിയർ അവിടുന്ന് നടന്നുപോയി. Chotu came down and asked his friend, "What did the bear whisper in your ear?" കരടി പോയപ്പോൾ ചോട്ടു പതിയെ മരത്തിൽ നിന്നിറങ്ങിയിട്ട് നമ്മളുടെ മോട്ടുവിനോട് ചോദിച്ചു, "What did the bear whisper in your ear?" ആ കരടി നിന്നോട് എന്താ പ്രവർത്തത്? It said, "Don't travel with that man. He didn't help you in need," Motu answered. മോട്ടുവിന്റെ മറുപടി എന്തായിരുന്നു നോക്കിക്കേ. Don't travel with that man. He didn't help you in need. ആവശ്യം വരുമ്പോൾ നമ്മളെ സഹായിക്കാത്തവരുടെ കൂടെ ഒരിക്കലും നടക്കരുതെന്നാണ്
ആ കരടി പറഞ്ഞതെന്ന് മോട്ടു പറഞ്ഞു. ചോട്ടു felt ashamed and said, I am sorry. ഇത് കേട്ട ചോട്ടുവിന് വല്ലാതെ നാണക്കേടായിപ്പോയി. അവൻ മോട്ടുവിനോട് മാപ്പ് പറഞ്ഞു. I should have helped you. എനിക്ക് നിന്നെ സഹായിക്കാമായിരുന്നു. In future, I shall help those in danger. ഇനി ആർക്കെങ്കിലും അപകടം വരികയാണെങ്കിൽ ഞാൻ അവരെ സഹായിക്കുമെന്ന് ചോട്ടു മോട്ടുവിനോട് പറഞ്ഞു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എന്നാലും മോട്ടു രക്ഷപ്പെട്ടല്ലോ, ഞാൻ ഹാപ്പിയായി. അപ്പൊ നമ്മൾ നല്ല ഫ്രണ്ട്സിനെ വേണം ചൂസ് ചെയ്യാൻ. യെസ് അനിരുദ്ധ്, എപ്പം നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുത്തെന്നാലും നല്ല ഫ്രണ്ട്സ് ആയിരിക്കണം അവര്. ഓക്കെ, നല്ല സ്വഭാവം വേണം, നമ്മളെ കെയർ ചെയ്യുന്നവരായിരിക്കണം. മോനെ കഥയ്ക്ക് പറ്റിയ ഒരു പ്രോവർബ് പറയാമോ? ആപത്തിൽ സഹായിക്കുന്നതാണ് യഥാർത്ഥ സുഹൃത്ത്. വെരി ഗുഡ്. അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ്. Friends, like and subscribe. Care. I love you.